Chronicle of Georgia. That's a one and only king lady we have in Georgia actually. Her name is King Tamar. 125 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഇവിടെ. 125 സ്റ്റെപ്പ് നമ്മളിപ്പോൾ കയറിയ. ഞങ്ങൾ ജോർജിയയിൽ ടിബിലീസിയിൽ ടെമ്മാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക. അവിടെ ക്രോണിക്കിൾ ഓഫ് ജോർജിയ, മറ്റേ ക്രോണിക്കിൾ ഓഫ് നാർണിയ എന്നൊക്കെ ആയിട്ടില്ലേ, അതേപോലെ ക്രോണിക്കിൾ ഓഫ് ജോർജിയ സാധനം കാണിച്ചാൽ അടിപൊളിയാണ്. കണ്ട, ഇതൊരുപാട് വഴക്കമൊന്നുമില്ല. ഇതുണ്ടാക്കിയ ആള് മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചു പോയത്. 1970 സ്റ്റാർട്ട് ചെയ്തതാണ്. 2008 ഇതിൻ്റെ പണി പൂർത്തിയായത്. പൂർത്തിയാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ലാംഗ്വേജിൽ, ഒന്നും മനസ്സിലാത്തില്ല. എന്ത് രസമാണെന്ന് നോക്കി. ഇതൊന്നും തടിയല്ല കേട്ടോ, ഇതൊക്കെ മറ്റേ ചെമ്പാണ്, കോപ്പർ വെച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഫുള്ള്. സൗണ്ട് കേട്ടോ, ഫുള്ള് കോപ്പറാണ്. ഇപ്പോൾ സമയം 9:55. ഞങ്ങൾ റൂമിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ടൊരു 1 മണിക്കൂറത്തെ ട്രാവലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തെത്തിയത്. എന്തൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ക്ലാസ് തുടങ്ങാൻ സമയമായി. Really? You are worse than my mom. Thank you. All right. Hello. Okay. So, turn around, please. Stand this side. I have to show you something. All right. This is the King Parnava III, who created the Georgian alphabet in the 4th century before Christ. So, in general, we had the 3 kind of alphabets: the ancient one, middle centuries, and a modern one. Of course, they have specific names, but it's very hard to pronounce. So, better to just say ancient, middle centuries, and modern. So, in general, in the past years, we had the 39 letters in the alphabet, but for now, it's only 33 letters left. So, also, about this lady in the front, that's a one and only king lady we have in Georgia actually. Her name is King Tamar. As much as she was a lady, she was called king because she was more stronger than any other monarch, male monarchs, you know. Because in her monarchy period, she had like 8 biggest wars and she won all of them. So that's why, in general. So. For now, nobody knows where her grave is because when she passed away, she had this will written which was saying, anybody who will bury me, they have to kill themselves. So for sure they made it. And for now, we don't know where is it. But as you know or not, part of Azerbaijan and Armenia until 13th century was part of Georgia. And last summer, there was one guy nearby the border of Georgia and Azerbaijan who was digging something in the garden, and he found out some kind of golds and things, and there was a 50 tons of the gold and jewelry stuff, you know, and that's the most normal thing for the monarch's grave. So most probably they are still searching for the DNAs and things to find out if it's really her or not. Another way, yeah. So come on here. You guys are Muslims, right? Okay, Muslim. Nerede çıkıyor değil mi? Tamam. Hayır ya, ayarlayamam. Alright, I have a picture. Bunlar var You ya. can be, I can stand on this side and I can take the whole vertical in the background. Come on. ഓക്കെ, അവള് പറഞ്ഞ അവിടുത്തെ ഫോട്ടോ എടുത്തരാം. ഇതാണ് ജോർജിയയിലെ ഒരേ ഒരു രാജ്ഞിയല്ല, രാജാവായിട്ട് തന്നെ കിങ് ആണ്. കിങ് ക്യൂ ഉണ്ടല്ലോ, അതാണ് പറയണ്ടത്.
ഇവരെത്രയോ 4-5 യുദ്ധമൊക്കെ ജയിച്ചിട്ടുണ്ട്. ഇവിടെ കല്യാണ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാം. ഭർത്താവ് ഏരിയ കാണാൻ നല്ല രസമുണ്ട്. ക്രോണിക്കൽ ഓഫ് ജോർജിയ കൊള്ളാം അല്ലേ? ഫുള്ള് കോപ്പറിൽ തീർത്തൊരു സ്കൾപ്ചറാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് അവിടെ നിന്ന് നമ്മൾ നേരെ കൊണ്ട് നടന്നു വരുമ്പോൾ അവിടെ വേറൊരു കാഴ്ചയുണ്ട്. ഒരു കടലുണ്ട്, കാണിച്ചു തരാം. ഇത് ജോർജിയയിലുള്ള ഏക ഒരു കടലാണെന്ന് പറഞ്ഞത്. കടലല്ല, ഇത് കറക്റ്റ് നമുക്കൊരു കായലിണക്ക് തന്നെ നടക്കുന്നത്. കൊള്ളാം. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇനി ക്രോണിക്കൽ ഓഫ് ജോർജിയയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ക്രോണിക്കൽ ഓഫ് നാർണിയ എന്ന വായി വരുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത പോകുന്നത് ജുവാരിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കത്തീഡ്രൽ കാണാൻ വേണ്ടി പോവാം. കത്തീഡ്രൽ അല്ല, മോണസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കത്തീഡ്രൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, ക്രോണിക്കൽ ഓഫ് ജോർജിയയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് സബർദുരി ഫോറസ്റ്റ് കാണാനുണ്ട്. അത് അവിടുന്ന് പിന്നെ ട്ബിലിസി നാഷണൽ പാർക്ക്. ഈ 2 സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരൊക്കെ വന്നിട്ട്. നമ്മൾ ഫസ്റ്റിലേ വന്ന ആൾക്കാരാണ്, അതുകൊണ്ട് വലിയ ക്രൗഡഡ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്ര ആൾക്കാരുള്ള സമയത്താണെന്ന് വന്നിരുന്നെങ്കിൽ മൊത്തം കുളമായിരുന്നു. നല്ല രസമുണ്ട്. 125 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഇവിടെ. 125 സ്റ്റെപ്പ് നമ്മളിപ്പോൾ കയറിയ. ഈ സ്കൾപ്ചർ പണിതിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് പണിത ആൾക്ക് 93 വയസ്സിലാണ് പുള്ളി മരിക്കുന്നത്. അതും ഒരു 7-8 മാസം മുമ്പാണ്, ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു. ഇനിയുണ്ട്. ഇതുണ്ടോ, മാർബിള്, അതിൻ്റെ മേളിൽ കോപ്പർ, അത് വെച്ചിട്ട് ഇത് പണിതിരിക്കുന്നത്. താഴത്ത് സിമെൻറ്റ് കുറവാണ്. ഇത് ഫുള്ള് കോപ്പറാണ്. ഇത് കാണുന്നുണ്ടോ, ഫുള്ള് കോപ്പറാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതും കോപ്പറിൽ തന്നെ പണിതിരിക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെയാണെങ്കിൽ ഇത് ഫുള്ള് സിമെൻറ്റിൽ പണിതാണ്. ഇതും കോപ്പറിൽ തന്നെ പണിതിരിക്കുന്നത്. ഇത് 1970 പണി തുടങ്ങിയിട്ട് 2009 ഇതിൻ്റെ പണി തീർത്തത്. സ്കൾപ്ചർ ഇത് ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ടു ദ 3000th ആനിവേഴ്സറി ഓഫ് ദി ജോണിയ സ്റ്റേറ്റ്ഹുഡ്. ഇത് അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. പിന്നെ 2000 ആനിവേഴ്സറി ഓഫ് ക്രിസ്ത്യൻ ഡിസെമിനേഷൻ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. നേരത്തെ ആ പെണ്ണ് പറഞ്ഞായിരുന്നു, ഒന്നും മനസ്സിലായില്ല എനിക്ക്. ഹിസ്റ്ററി തലേക്ക് കയറുന്നില്ല. കുഴപ്പമില്ല. കുറേ ടൂർ ഗൈഡ് ഉണ്ട് ഇവിടെ. ടൂർ ഗൈഡ് ഇല്ലാതെ എവിടെയും പോയാൽ ശരിയാകത്തില്ല കേട്ടോ. ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ, സ്ഥലങ്ങളൊക്കെ തിരിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫോറസ്റ്റിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ഓക്കെ, ഇഷ്ടമാണ്. നമ്മുടെ വണ്ടി റെഡി ആയിട്ട് ചെയ്യാം.